രവിയും സുമനും അവരുടെ 3 പെൺമക്കളിലൂടെ ജീവിച്ചു വരികയായിരുന്നു. അയാൾ കൃഷിയും മറ്റു കാര്യങ്ങളും ചെയ്താണ് തൻ്റെ കുടുംബത്തെയും തൻ്റെ പെൺമക്കളെയും പോറ്റിയിരുന്നത്. ഈശ്വരൻ നമുക്ക് 3 കുട്ടികളെ തന്നു. പക്ഷെ 3ഉം പെൺകുട്ടികളാ. ഒരാൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സഹായമായേനെ. നീ എന്താ പെൺകുട്ടികളെ ഇങ്ങനെ വില കുറച്ച് കാണുന്നത്? അവരുടെ കഴിവ് കൊണ്ടല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരൊക്കെ കല്യാണം കഴിഞ്ഞു പോവില്ലേ? അതിനുശേഷം ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ തന്നെ നമ്മളെ രണ്ടുപേരെയും നോക്കണം. അവരുടെ കല്യാണത്തിന്റെ കാര്യം ഓർത്ത് നീ ഒട്ടും വിഷമിക്കണ്ട. നീ ഇപ്പോൾ അവരുടെ പഠനകാര്യം ശ്രദ്ധിക്ക്. നല്ല വിദ്യാഭ്യാസം നൽകി അവരെ നമ്മൾക്ക് നല്ല നിലയിൽ എത്തിക്കണ്ടേ? ആ പറഞ്ഞത് ശരിയാ. നമ്മൾ നമ്മളുടെ കുട്ടികളെ പഠിപ്പിച്ച് സ്വന്തം കാലിൽ നിർത്താൻ പഠിപ്പിക്കണം. അപ്പൊ പിന്നെ അവർക്ക് ആരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ ഉണ്ടാവില്ല. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആ 3 പെൺകുട്ടികളും വളർന്ന് യുവതികളായി മാറി. 3 പെൺകുട്ടികളും അതിസുന്ദരികളും നല്ല ഗുണങ്ങളുള്ളവരുമായിരുന്നു. പക്ഷേ സ്ത്രീധനം വാങ്ങാതെ അവരെ കല്യാണം കഴിക്കാൻ ആരും തയ്യാറായില്ല. ഒരിക്കൽ വയലിലുണ്ടായിരുന്ന എല്ലാ ചെടികളും നശിച്ചുപോയി. ഇത് കണ്ട് രവി വളരെ ദുഃഖത്തോടെ തലയ്ക്ക് കൈ കൊടുത്ത് അവിടെ ഇരിപ്പായിപ്പോയി. എന്താ അച്ഛാ പറ്റിയേ? അച്ഛൻ എന്തിനാ ഇങ്ങനെ വിഷമിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ? ഒന്നുമില്ല മോളെ, വെറുതെ ഇരുന്നതാ. ഞങ്ങള് മക്കളാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളോടൊന്നും പറയുന്നില്ലല്ലോ അച്ഛൻ. എന്താ അച്ഛാ കാര്യം? ഞങ്ങളോട് കൂടി പറയച്ചാ. ഞാൻ നിങ്ങളെ 3 പേരെയും നന്നായിട്ട് പഠിപ്പിച്ചു. സ്വന്തം കാലിൽ നിൽക്കാറായി. ഇപ്പോൾ നിങ്ങൾക്ക് കല്യാണം കഴിക്കാനുള്ള സമയമായി. പക്ഷെ ഇപ്പൊ എന്റെ കൃഷിയെല്ലാം ആകെ നഷ്ടത്തിലാണ്. വീട്ടിലാണെങ്കിൽ എടുക്കാൻ ഒന്നുമില്ല. ഞാൻ എങ്ങനെ നിങ്ങളുടെ കല്യാണം നടത്തും? ഈ ചിന്തയാണ് ഇപ്പൊ എന്നെ അലട്ടുന്നത്. അച്ഛാ, നമ്മുടെ പൂർവികര് പറഞ്ഞിട്ടില്ലേ, നമ്മുടെ തലയിൽ എഴുതിയതുപോലെ മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കൂ എന്ന്. ഞങ്ങളുടെ തലയില് കല്യാണം എന്നൊരു കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കല്യാണം നടന്നിരിക്കും. അച്ഛൻ വെറുതെ വിഷമിക്കാനൊന്നും നിക്കണ്ട. പക്ഷെ ഞങ്ങളുടെ തലയില് കല്യാണം എന്നൊരു കാര്യം എഴുതിയിട്ടില്ലെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അച്ഛാ. ആവശ്യമില്ലാതെ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് എന്തിനാ ഇങ്ങനെ ജീവിതം നശിപ്പിക്കുന്നേ? അതെ അച്ഛാ, പുഷ്പ പറഞ്ഞത് ശരിയാ. അച്ഛൻ ഞങ്ങളെ പഠിക്കാൻ അയച്ചിട്ട് ഞങ്ങളെ ഞങ്ങളുടെ സ്വന്തം കാലിൽ നിർത്തിയില്ലേ? ശരി, നിങ്ങൾ സേട്ടിന്റെ അടുത്തേക്ക് പോയിട്ട് കുറച്ച് പണം മേടിച്ചിട്ട് വാ. കുറച്ചു നാളത്തേക്ക് നമുക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കുമെങ്കിലും ചെയ്യാലോ. വേഗം ചെല്ല്. രവി ഭാര്യ പറഞ്ഞത് കേട്ട് സേട്ടിന്റെ അടുത്ത് പണം കടം വാങ്ങാനായി പോയി. മുതലാളി, എനിക്ക് കുറച്ച് രൂപ കടം തരുവോ? വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ല. വീട്ടിലോട്ട് റേഷൻ വാങ്ങാൻ വേണ്ടിയാണ്. അങ്ങേക്കറിയാമല്ലോ, എനിക്ക് 3 പെൺമക്കളാണ്. കാശൊക്കെ ഞാൻ നിനക്ക് കടം തന്നേക്കാം. പക്ഷെ നീ നിന്റെ ഭൂമി എനിക്ക് പണയം വെക്കേണ്ടി വരും. പിന്നെ നിന്റെ 3 മക്കളുടെ കല്യാണം എന്റെ 3 മക്കളുമായി നടത്തേണ്ടി വരും. അവര് ശരീരത്തിന് വൈകല്യമുള്ളവരാണ്. മുതലാളി, എന്റെ മക്കൾ എന്റെ അഭിമാനമാണ്. ഞാൻ എന്റെ മക്കളെ ഇങ്ങോട്ട് കെട്ടിച്ചുവിടാൻ ആഗ്രഹിക്കുന്നില്ല. രവി വളരെ ദുഃഖത്തോടെ സേട്ടിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചെത്തി. രവിയുടെ മുഖം കണ്ടതും സുമൻ ചോദിച്ചു എന്താ കാര്യമെന്ന്. രവി നടന്ന എല്ലാ കാര്യങ്ങളും ഭാര്യയോട് പറഞ്ഞു. ഇതെല്ലാം രവിയുടെ 3 പെൺമക്കളും കേൾക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടതും അവർ പറഞ്ഞു, അച്ഛാ, അച്ഛൻ എന്തിനാ വെറുതെ സ്ഥലം വിൽക്കാന്ന് ചിന്തിക്കുന്നേ? എന്തിനാ അച്ഛാ വെറുതെ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നേ? ഞങ്ങള് പോയതിനു ശേഷം നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യും? നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാ ഭക്ഷണം കഴിക്കാൻ പോകുന്നേ? അതിനെപ്പറ്റി അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങള് 3 പേരും കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞങ്ങള് നിങ്ങളുടെ കൂടെ തന്നെ നിന്നോളാം. പെൺകുട്ടികൾ എപ്പോഴും അവരവരുടെ വീട്ടിൽ തന്നെ നിക്കണമെന്നാണോ? എല്ലാവരും കല്യാണം കഴിച്ചിട്ട് അവരവരുടെ വീട്ടിലേക്ക് പോണം. ഒരു ദിവസം രവി തന്റെ വയലിൽ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സമയത്ത് 3 വ്യാപാരികൾ ആ വഴി കടന്നു വന്നു. അവർ രവിയെയും അയാളുടെ ജോലി ചെയ്യുന്ന രീതിയും കണ്ടിട്ട് അത് വാങ്ങണമെന്ന് തീരുമാനമെടുത്തു. അവർ 3 പേരും ഈ കാര്യം രവിയോട് സംസാരിക്കാൻ പോയി. നിങ്ങളാണോ ഈ വയലിന്റെ ഉടമസ്ഥൻ? അതെ, പറഞ്ഞാട്ടെ, എന്താ അങ്ങയുടെ ആവശ്യം? ഞങ്ങൾക്ക് അങ്ങയുടെ കൃഷിസ്ഥലം വളരെ ഇഷ്ടമായി. ഞങ്ങൾ ഇവിടെ കച്ചവടം നടത്താൻ വന്നതാ. ഞങ്ങൾ അങ്ങയുടെ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നു. എന്നോട് ക്ഷമിച്ചാലും ഞാൻ ഈ സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒറ്റ സ്ഥലം കൊണ്ടാണ് ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരി ശരി, നല്ലത്. അങ്ങേക്ക് ഈ സ്ഥലം വിൽക്കണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ചു ദിവസം അങ്ങയുടെ സ്ഥലത്ത് ജോലി ചെയ്തോട്ടെ. ഞങ്ങൾക്ക് കൃഷി പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഈ സ്ഥലത്ത് കൃഷി പഠിക്കാൻ ഞങ്ങൾക്ക് വളരെ ഉത്തമമാണ്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. ആർക്കെങ്കിലും ജോലി പഠിപ്പിച്ചു കൊള്ളാമെന്നുള്ളത്. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ടല്ലോ. ഞങ്ങൾ 3 പേരും ഈ ഗ്രാമത്തിൽ പുതിയതാ. ഞങ്ങൾക്ക് താമസിക്കാനൊരു സ്ഥലമായിട്ടില്ല. ഇത്രയേ ഉള്ളൂ കാര്യം. നിങ്ങൾ 3 പേരും എന്റെ വീട്ടിൽ താമസിച്ചുള്ളൂ. എനിക്ക് ചെറിയൊരു കുടിലുണ്ട്. ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. അങ്ങനെ അവർ 3 പേരും രവിയുടെ വീട്ടിൽ താമസം ആരംഭിച്ചു. ആ 3 വ്യാപാരികളും രവിയുടെ 3 പെൺമക്കളെയും കണ്ട ഉടനെ അവർ 3 പേരും ആ പെൺകുട്ടികളെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചു. ഇക്കാര്യം അവർ രവിയോടും സംസാരിച്ചു.
പക്ഷേ രവി അവർ പറയുന്നത് കേട്ട് വല്ലാതെ ദുഃഖിതനായി. എന്റെ 3 പെൺമക്കളും വളരെ സുന്ദരികളാണല്ലോ. ഇവർ 3 പേരും വളരെ കുള്ളന്മാരുമാണല്ലോ. അച്ഛൻ വെറുതെ വിഷമിക്കേണ്ട. ഞങ്ങൾക്ക് ഇവരെ വളരെയധികം ഇഷ്ടമായ അച്ഛാ. ഞങ്ങള് 3 പേരും ഇവരെ കല്യാണം കഴിക്കാൻ തയ്യാറാ. പക്ഷെ ഞങ്ങൾക്കൊരു കണ്ടീഷനുണ്ട്. കല്യാണത്തിന് ശേഷം ഇവര് 3 പേരും ഞങ്ങളുടെ കൂടെ ഇവിടെ തന്നെ ഉണ്ടാവണം. അങ്ങനെ 3 പേരും ആ 3 പെൺകുട്ടികളെയും കല്യാണം കഴിച്ചു. അവർ ആ ഗ്രാമത്തിൽ തന്നെ തങ്ങി കൃഷി ജോലികളിൽ രവിക്ക് വലിയ സഹായമായി തീർന്നു. എന്നാൽ ചുറ്റുവട്ടത്തുള്ള മറ്റു പെൺകുട്ടികൾ ഈ 3 പെൺകുട്ടികളെ നോക്കി കളിയാക്കാൻ ആരംഭിച്ചു. ഇത് പക്ഷേ ആ 3 യുവാക്കൾക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒരു ദിവസം അവർ 3 പേരും വളരെ ദുഃഖത്തോടെ നടന്ന് ആ ഗ്രാമത്തിനടുത്തുള്ള ഒരു കിണറിനരികിലേക്ക് ചെന്നു. അവർ കരയാൻ ആരംഭിച്ചു. നമ്മുടെ 3 പേരുടെ ഭാര്യമാരും എന്തുമാത്രം സുന്ദരികളാണ്, നല്ല അറിവുള്ളവരുമാണ്. പക്ഷെ നമ്മൾ 3 പേരും അവരെ കല്യാണം കഴിച്ച് അവരുടെ ജീവിതം നശിപ്പിച്ചതല്ലേ. നമ്മൾ 3 പേരും കാരണം അവര് 3 പേരും ഒരുപാട് അപമാനിതരാവുന്നുണ്ട്. അവരുടെ ഭർത്താക്കന്മാര് നീ കുള്ളന്മാരാണ്. പറഞ്ഞത് വളരെ ശരിയാ. നമ്മൾ അവരെ കല്യാണം കഴിച്ചിരുന്നില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വല്ല രാജകുമാരന്മാരും ഉണ്ടായിരുന്നേനെ. ഇപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ, ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതെല്ലാം ആലോചിച്ച് അവർ 3 പേരും കരഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ ആ കിണറിനുള്ളിൽ നിന്ന് ഒരു ദേവത പുറത്തേക്ക് വന്നു. നിങ്ങൾ 3 പേരും എന്നെ ഒരു ശാപത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുക. അതിന് ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. പിന്നെങ്ങനെയാ നീ ശാപത്തിൽ നിന്ന് പുറത്തു വന്നെന്ന് പറഞ്ഞു? ഞാനൊരു ശാപം കിട്ടി ഒരു മീനായിട്ട് ഇവിടെ ജീവിക്കുമായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണുനീർ ഞാൻ കുടിച്ചെങ്കിൽ മാത്രമേ ഈ ശാപത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നുള്ളൂ. നിങ്ങളുടെ കണ്ണുനീർ ഇവിടെ വീണപ്പോൾ ഞാൻ ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞാൻ നിങ്ങൾക്ക് വരം തരാൻ ആഗ്രഹിക്കുന്നു. പറയൂ, എന്ത് വരമാണ് നിങ്ങൾക്ക് എന്നിൽ നിന്നും വേണ്ടത്? അവർ 3 പേരും നടന്ന എല്ലാ കാര്യങ്ങളും ദേവതയോട് പറഞ്ഞു. ദേവത തന്റെ മായാജാലം കൊണ്ട് അവർ 3 പേരെയും ഉയരമുള്ളവരാക്കി മാറ്റി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് പൊക്കമില്ലാത്തത് മൂലം നിങ്ങൾ വളരെ വിഷമത്തിലായിരുന്നില്ലേ? ഇപ്പൊ ഞാൻ നിങ്ങളെ അതിൽ നിന്ന് രക്ഷിച്ചു. നിങ്ങൾക്ക് 3 പേർക്കും ഞാൻ അതിനുള്ള ശക്തി തരുന്നു. ആദ്യം നിനക്ക്. നീ ഏതൊരു രോഗിയെ സ്പർശിച്ചാലും ആ രോഗത്തിൽ നിന്നും അവൻ മുക്തി നേടുന്നതായിരിക്കും. 2ാമത്തെ വരം നിനക്ക് വെള്ളത്തിൽ കൂടി നടക്കാൻ പറ്റുന്നതായിരിക്കും. 3ാമത്തെ വരം ആ വരം എന്താണെന്ന് വെച്ചാൽ നിന്റെ കൈകൾക്ക് വേഗത കൂടുതലായിരിക്കും. നിനക്ക് വേഗം ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും. അവർ 3 പേരും അവരുടെ ഭാര്യമാരുടെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ആ 3 പെൺകുട്ടികൾക്കും ഒരുപാട് സന്തോഷമായി. ഒരിക്കൽ ഗ്രാമത്തിന്റെ അണക്കെട്ട് തകർന്ന് ഗ്രാമം മുഴുവൻ വെള്ളത്തിനടിയിലായി. 4 പാടും വെള്ളം മാത്രമാണ്. എല്ലാവരും ഒരു കണക്കിന് രക്ഷപ്പെട്ടോടാൻ ശ്രമിക്കുക. ഇപ്പോഴാണ് നമ്മുടെ ശക്തി കാണിക്കാനുള്ള കറക്റ്റ് സമയം വന്നിരിക്കുന്നത്. നമ്മൾ ഒട്ടും അമാന്തിക്കാതെ എല്ലാവരെയും പോയി സഹായിക്കണം. ഞാൻ ആരെങ്കിലും വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന കണ്ടാൽ ഞാൻ അവരെ എന്റെ തോളിൽ കയറ്റിയിട്ട് കരയിലെത്തിക്കാൻ സഹായിക്കും. അതെ ചേട്ടാ, ചേട്ടൻ എല്ലാവരെയും കരയ്ക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും അപ്പൊ തന്നെ നല്ല ചൂടുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ വല്ല മുറിവേറ്റാലോ അവരെ ഞാൻ സുഖപ്പെടുത്തിക്കോളാം. ഈ നല്ല കാര്യത്തിന് ഞങ്ങൾ 3 പേരും നിങ്ങളെ സഹായിക്കാം. ശരി, നിങ്ങളെല്ലാവരും എന്റെ തോളിലോട്ട് കയറിക്കോ. ഞാൻ നിങ്ങളെ എല്ലാവരെയും കരയിലെത്തിച്ചോളാം. ആ 3 കുള്ളന്മാരും തങ്ങളുടെ ഭാര്യമാരുടെ കൂടെ കരയുടെ അപ്പുറത്തെ ഭാഗത്തേക്ക് പോയി. അവർ തങ്ങളുടെ ശക്തി കൊണ്ട് ഒരുപാട് സഹായങ്ങൾ ആ ഗ്രാമത്തിലുള്ളവർക്ക് ചെയ്തു കൊടുത്തു. ഇതെല്ലാം കണ്ട ഗ്രാമത്തലവൻ ഇവരെ ഓർത്ത് ഒരുപാട് അഭിമാനം കൊണ്ടു. ആ സമയം അവിടെ ദേവത പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ 3 പേരും നിങ്ങളുടെ ശക്തികളെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തി. നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തി എന്നെ സന്തോഷഭരിതയാക്കി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് 3 ബംഗ്ലാവും ഒരുപാട് സ്വർണവും തരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. ദേവത കൊടുത്ത വരം കൊണ്ട് അവർ 3 പേർക്കും ഓരോ ബംഗ്ലാവുകളും എല്ലാവർക്കും ആവശ്യത്തിന് സ്വർണവും കിട്ടി. 3 പേർക്ക് ഒരുപാട് നന്ദി. നിങ്ങൾ 3 പേരും ഉള്ളത് കൊണ്ടാ നമ്മുടെ കുടുംബം ഇങ്ങനെ നന്നായി വന്നേ. നിങ്ങളുടെ കരുണ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതിനുശേഷം രവിയും സുമനും തന്റെ 3 പെൺമക്കളും അവരുടെ മരുമക്കളെയും കൂട്ടി സന്തോഷത്തോടെ ജീവിതം നയിച്ചു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.